ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലഹരി വിരുദ്ധ പ്രസംഗമാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെയുള്ള മറ്റനവധി പ്രസംഗങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സോ വിത്തൗട്ട് ഫർദർ അഡു, ലെറ്റ്സ് ഗെറ്റ് ഇൻടു വാട്ട്. സംഭൂജ സദസ്സിന് നമോവാദം. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ നേരവകാശികളാണ് നമ്മൾ ഭാരതീയർ. ജാതി മത ചിന്തകൾക്കതീതമായി മാനവിക നന്മയെ നെഞ്ചിലേറ്റിലാളിച്ചവർ. പക്ഷേ ശാസ്ത്രത്തിന്റെ ചിറകിലേറി പുരോഗതിയുടെ മഹാകാശങ്ങൾ കീഴടക്കിയ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ഓരോ തലമുറയും തങ്ങളുടെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തുന്നത് അന്നത്തെ പ്രധാന സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നാൽ 21-ാം നൂറ്റാണ്ട് അറിയപ്പെടുക ലഹരി ഉപയോഗത്തിൽ മുൻപന്തിയിൽ നിന്ന കാലം എന്നാകുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കരള് പങ്കിടാൻ വയ്യന്റെ പ്രണയമേ, പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. കവി അയ്യപ്പൻ്റെ പ്രശസ്തമായ വരികളാണിത്. ആദരണീയരായ അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഒരു രാജ്യത്തിൻ്റെ ഭാവി അവിടുത്തെ കുട്ടികളിലാണ് എന്ന് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു വെക്കുന്നു. എന്നാൽ ഇന്ന് ആ രാജ്യത്തിൻ്റെ ഭാവി തകർക്കുന്ന വിധം കുട്ടികളിലും യുവജനങ്ങളിലും ഒരുപോലെ സുലഭമായി ആൺപെൺ വ്യത്യാസമില്ലാതെ കണ്ടുവരുന്ന ഒന്നാണ് ലഹരി വസ്തുക്കളുടെ അമിതമായ ദുരുപയോഗം. മുതിർന്നവർക്ക് വിൽപ്പവർ കൊണ്ടും ഉപേക്ഷിക്കുന്നതിനുള്ള അതിയായ ആഗ്രഹം കൊണ്ടും ലഹരിയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാം. എന്നാൽ കുട്ടികളിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തെന്നാൽ അടിമപ്പെട്ടതിൽ നിന്ന് മോചനം നേടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പുതിയ അനുഭവങ്ങൾക്കായുള്ള ആഗ്രഹം, പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും സ്കൂളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള ശ്രമം, സമപ്രായക്കാരുടെ സമ്മർദ്ദം, അപകട സാധ്യതകൾ ഏറ്റെടുക്കാനും സ്വന്തം ഐഡന്റിറ്റി രൂപീകരിക്കുന്നതിനുമൊക്കെയാവാം അവരെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവർ ഓടിയണയുന്നത് ലഹരിയിലേക്ക്. എന്നാൽ ജീവിതം തന്നെ ഒരു പ്രതിസന്ധിയാണെന്നും അതിനോട് പടപൊരുതി വിജയം വരിക്കുന്നതാണ് യഥാർത്ഥ ലഹരി എന്നും അവർ അറിയുന്നില്ല. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം UNODCയുടെ വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് 2024 പ്രകാരം 2022 292 ദശലക്ഷം ആളുകൾ നിയമവിരുദ്ധ ലഹരി ഉപയോഗിച്ചു. ഇത് കഴിഞ്ഞ ദശകത്തിൽ നിന്ന് 20% വർധന രേഖപ്പെടുത്തിയിരിക്കുന്നു. കഞ്ചാവാണ് പട്ടികയിൽ ഒന്നാമത്. കേരള എക്സൈസ് സർവേ റിപ്പോർട്ട് വിമുക്തി 2020-21 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ലഹരിക്കടിമപ്പെടുന്നത് അഥവാ ലഹരിയുടെ ഉപയോഗത്തിൽ വർധനവുള്ളത് 10-നും 19 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ്. അതിൽ 70%-ലധികം ആളുകളും കെണിയിലാവുന്നത് ആകാംക്ഷയാലും കൂട്ടുകാരുടെ സമ്മർദ്ദം മൂലമാണ്. അവരുടെ നിരീക്ഷണത്തിലായിരുന്ന 600 കൗമാരക്കാരിൽ 97% പേരും ലഹരി ഒരു തവണയെങ്കിലും ഉപയോഗിച്ചവരും 27.5% വിൽക്കുന്നവരും 7% അത് കടത്തുന്നവരുമാണ്. ഇത് ലഹരിക്കെതിരായുള്ള പ്രവർത്തനങ്ങളുടെ സമകാലിക പ്രസക്തി വിളിച്ചോതുന്നു. ഒരു നിമിഷ നേരത്തെ സുഖത്തിനു വേണ്ടി മനുഷ്യൻ തൻ്റെ ജീവിതത്തെ തന്നെ കൊലയ്ക്ക് കൊടുക്കുന്നു. ഇനി ഈ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക്, ഗാഢതയിലേക്ക് ഇറങ്ങി പരിശോധിക്കാം. ലഹരിക്കെതിരെ എന്ന് ഞാൻ ആവർത്തിക്കുമ്പോഴും, എന്ന് പലരാലും പല ആവർത്തി നിങ്ങളുടെ ചെവികളിൽ മുഴങ്ങുമ്പോഴും ലഹരിയെ ഒരു സാമൂഹിക വിപത്തായി ചിത്രീകരിക്കാനാവുമോ? ഇവിടെ ലഹരിയെക്കുറിച്ചുള്ള ശരിയായ ധാരണ നമുക്ക് ആവശ്യമാണ്. പ്രധാനമായും 2 തരത്തിലുള്ള ലഹരികളാണുള്ളത്. ഒന്ന്, ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് അഥവാ ഔഷധ മരുന്നുകൾ. ആരോഗ്യ മേഖലയിൽ രോഗങ്ങളുടെ ശമനത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളാണിത്. രണ്ടാമത്തെ, റിക്രിയേഷണൽ ഡ്രഗ്സ് അഥവാ വിനോദ ലഹരികൾ. ഇതിൻ്റെ ഉപയോഗത്തെയാണ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇവയുടെ വിൽപ്പനയും കടത്തും കുറ്റകൃത്യമാണ്, ശിക്ഷാർഹമാണ്. എന്നാൽ ഇവയിലേക്കൊന്നുമല്ല ഞാൻ എൻ്റെ ശ്രദ്ധ ചെലുത്തുന്നത്. ശരിക്കും ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ലഹരി ഉപയോഗം ആവശ്യമാണ്. നാം ഓരോരുത്തരും ഓരോ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കണം. ലഹരി ഉപയോഗിക്കാത്ത മനുഷ്യൻ എന്നാൽ
കായ്കനികളോ പഴങ്ങളോ ഇല്ലാത്ത മരത്തിന് തുല്യമാണ്. അതിനാൽ അതൊരുവന്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയിൽ നാഴികക്കല്ലായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. എന്നാൽ അത് കുത്തിവെക്കുന്നതോ കഴിക്കുന്നതോ കുടിക്കുന്നതോ വലിക്കുന്നതോ ആകരുത്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആശ്വാസം നൽകുന്നതും എന്നാൽ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തതും ഫലം ദീർഘകാലം നീണ്ടു നിൽക്കുന്നതുമാകണം നമ്മുടെ ലഹരി. വിദ്യാർത്ഥികളായ നമ്മെ സംബന്ധിച്ച് പഠനമാകണം നമ്മുടെ ലഹരി. നമ്മൾ ഓരോരുത്തരുടെയും ലഹരി കണ്ടുപിടിക്കണം. ചിലർക്ക് വായനയാകാം, നൃത്തമാകാം, കായികമാവാം. അതുപോലെ തന്നെ നമ്മുടെ ദുശ്ശീലങ്ങളും ഒരു ചീത്ത ലഹരിയാണ്. നമ്മുടെ ആരോഗ്യത്തെ ചിലപ്പോൾ നേരിട്ട് അത് ഹാനികരമാക്കിയില്ലെങ്കിലും മാനസികമായൊരു പ്രശ്നത്തിനെ അത് വഴിതെളിയിക്കും. ഇനി ശീലത്തെയും ദുശ്ശീലത്തെയും എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. കുട്ടികളായ നമ്മെ സംബന്ധിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം ദുശ്ശീലമാണ്, ലഹരിയാണ്. ലഹരിയെപ്പറ്റി ഒരു എക്സൈസ് ഓഫീസർ പറഞ്ഞ വാക്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ ലഹരി ഉപയോഗിച്ചാൽ ഒന്നെങ്കിൽ ലഹരി നിങ്ങളെ കാർന്നു തിന്നും, അല്ലെങ്കിൽ ആത്മഹത്യക്ക് മുന്നിൽ നിങ്ങൾ മുട്ടുമടക്കും. ലഹരി ആവശ്യമെങ്കിലും പഠനം, കലാവാസനകൾ എന്നിവയിൽ ലഹരിയെ കണ്ടെത്താനും വിഷസർപ്പങ്ങളായ ലഹരിയുടെ ദംശനമേൽക്കാതെ, ലഹരി മാഫിയാകുന്ന പെരുന്തിൻ്റെ വലയിൽപ്പെടാതെ, മൊബൈൽ ഫോണാകുന്ന കീടത്തെയും ശ്രദ്ധിച്ചുകൊണ്ട് സദാ ജാഗരൂകരായി നാം ജീവിക്കണം. ജീവിതമാണ് ലഹരി, പഠനമാകണം നമ്മുടെ ലഹരി. ഇവയല്ലാതെ ഒരു ലഹരിയും നമുക്കുണ്ടാവില്ല എന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ലഹരിക്കെതിരെയുള്ള പോസിറ്റീവായ ഒരു മനോഭാവം, ഒരു നിലപാട് ജീവിതത്തിൽ കൂടുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന പട്രീഷ്യ നീലിൻ്റെ വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.